സ്ട്രീറ്റ് ട്രെയിൽസ് എന്ന കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഒരു അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായിട്ടിടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ചെറിയൊരു ഇതിൽ തന്നെ നമുക്ക് നാടൻ ഒരു അവിയൽ ഉണ്ടാക്കാം. ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾ വാഴയ്ക്ക വേണം, തക്കാളി വേണം, കത്തിരി വേണം, പടവലം വേണം, ടൊമാറ്റോ വേണം, മുളക് വേണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് എടുക്കാം. അരിഞ്ഞെടുത്തതിന് ശേഷം അതിനൊരു കൂട്ട് വേണമല്ലോ. അപ്പോൾ ആവശ്യമുള്ളവർ ചിലപ്പോൾ ഇതിൽ ടൊമാറ്റോ ഒക്കെ ആഡ് ചെയ്യും. ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനൊരു കൂട്ട് തേങ്ങ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം ഇതെല്ലാം ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് ഒതുക്കിയെടുക്കാം. നമുക്ക് ഒതുക്കിയെടുത്തതിന് ശേഷം ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറിയൊരു തരിതരിപ്പോടെ ഒന്ന് അടിച്ചെടുക്കണം. തീരെ അങ്ങ് ഫൈൻ പോലെ ആകുമ്പോൾ അവിയലിന് ഒരു ടേസ്റ്റ് വ്യത്യാസമാണ്. അപ്പം ഞാൻ ഒരു ചെറിയൊരു തരിതരിപ്പോടെയാണ് അരച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യാം. ഞാൻ തേങ്ങയിലിടുന്നതിനെക്കാട്ടി വെജിറ്റബിളിലാണ് മഞ്ഞൾ ആഡ് ചെയ്യുന്നത്. മഞ്ഞൾ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ അരച്ച കൂട്ട് ഇതിലോട്ടൊന്ന് ചേർക്കാം. എന്നിട്ട് അതൊരു മൺചട്ടിയിലാണ് എന്നിട്ട് ഒരു മൺചട്ടിയിലാണ് ഇവിടെ അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത്. അവിയൽ ആവശ്യത്തിന് അടിച്ചു വെച്ച കൂട്ട് ഒന്ന് അവിയലോട്ട് കഷ്ണങ്ങളോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. അങ്ങനെ എൻ്റെ പറഞ്ഞിടലോ ഗൈസ്, ഞാൻ ഉപ്പ് ഭരണിയിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് പെട്ടെന്ന് അരിയത്തില്ല. നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ ചെയ്ത ശേഷം നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിലാണ്. ഒരുപാട് ഹൈ ഫ്ലെയിമിലാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് കഷ്ണങ്ങൾ വേവാത്തത് പോലെയും അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിലിടുക. അവസാനം കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ആവശ്യത്തിന് നല്ല തിളച്ചു, നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ അവിയൽ ഏകദേശം അവസാനം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചിലർ കടുവൊക്കെ പൊട്ടിക്കും, പക്ഷേ ഞാൻ വെളിച്ചെണ്ണ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് സെർവ് ചെയ്യാം. കണ്ടോ ഗൈസ്, അവിയലിൻ്റെ ഒരു കളർ കണ്ടോ? നല്ല യെല്ലോയിഷ് കളർ. നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുന്ന ഒരു കളറല്ലേ, അതേപോലെയാണ് ഞങ്ങളുടെ അവിയൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇനി ഇതൊരു സെർവിങ് ഡിഷിലിട്ടും ഒന്ന് മാറ്റാം. നമുക്ക് നല്ല വെന്തിട്ടുണ്ട്, പാകത്തിന് നല്ല വെന്തിട്ടുണ്ട്. നല്ല ചൂട് ചോറിനപ്പോൾ ഈ അവിയലും കൂടി കഴിക്കുമ്പോഴത്തേക്കും ടേസ്റ്റ് ആയിരിക്കും. കണ്ടോ ഞങ്ങളുടെ അവിയൽ? നമുക്ക് കണ്ടോ, ഇതാണ് ഞാൻ ഉണ്ടാക്കിയ അവിയൽ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു.